ഹലോ, ഇന്ന് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ക്ലോത്ത്സൊക്കെ റീപർപ്പസ് ചെയ്യാനുള്ള 3 ഐഡിയാസാണ്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു സാരിയാണ്. അപ്പോൾ വൈറ്റ് ബേസിൽ വരുന്നൊരു സാരിയാണിത്. ബോർഡർ ഈ ഒരു ഗ്രീനിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മൾട്ടി വേയിൽ ഇങ്ങനെയുള്ള പ്ലെയിൻ ക്ലോത്ത്സും സാരീസൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ഒരു മെത്തേഡാണ് ഷെയർ ചെയ്യുന്നത്. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ പാർട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള സാരി മുഴുവനായിട്ട് തന്നെ ഈ ഒരു വർക്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബ്ലൗസ് പീസ് നമ്മളിപ്പോൾ മാറ്റി വയ്ക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ഒരു വർക്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഫസ്റ്റിൽ തന്നെ നമ്മൾ ഈ ഒരു സാരിയുടെ ബോഡി പാർട്ടാണ് എടുക്കുന്നത്, പ്ലെയിൻ പോർഷൻ. ആ ഒരു പോർഷൻ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും ലെങ്ത്ത് വരുന്നത് 6.5 ഫീറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു ലെങ്ത്തിൽ നമ്മളൊന്ന് മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് 2 പാർട്ടാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ അതിൽ നിന്ന് നമ്മുടെ മുന്താണിയുടെ പോർഷനൊന്ന് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ ഈ ഒരു വർക്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതിപ്പോൾ ഞാൻ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇത് 6.5 ഫീറ്റ് വെച്ചിട്ട് 2 പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസിൻ്റെ 2 എൻഡും നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരെൻഡ് നമ്മൾ 1/2 ഇഞ്ച് വെച്ചിട്ടാണ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിഡ്ത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് 6.5 ഫീറ്റ് വെച്ചിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും കുറച്ചെടുത്തിട്ടുള്ളത്. അതിലും കുറവാണ് നിങ്ങളുടെ മെഷർമെൻറ്റ് എങ്കിൽ നമുക്കൊരു 2.5 ഇഞ്ചൊക്കെ ലീവ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ 2 ക്ലോത്തിൻ്റെയും ഒരെൻഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ടാണ്. ഇനി നെക്സ്റ്റ് എൻഡ് നമ്മൾ കുറച്ച് വിഡ്ത്തിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ 2.5 വിഡ്ത്തിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് മാക്സിമം ഒരു 4 ഇഞ്ച് വരെ ലീവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ നീഡിനനുസരിച്ചിട്ട് ഞാൻ 2.5 ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിത് യൂസ് ചെയ്യുന്നത് ഒരു ഷിയർ കർട്ടൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ ഒരു ലൈറ്റൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് വരുന്ന ഒരു കർട്ടനൊക്കെയാണ് വേണ്ടതെങ്കിൽ നമ്മുടെ ആ ഒരു ബോർഡർ പാർട്ടിൽ ഒരു ലെയറും കൂടെ ഒരു ക്ലോത്തും കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലൊരു കർട്ടനാക്കിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അത് നമ്മൾ പിന്നെ കാണിക്കുന്നതാണ് കേട്ടോ കർട്ടനൊക്കെ. ഇനി ബാലൻസ് വന്നിട്ടുള്ള ഈ ഒരു മുന്താണിയുടെ പോർഷനില്ലേ, ഈ ഒരു പല്ലു പോർഷൻ, അതും കൂടെ നമ്മൾ ഈ ഒരു വർക്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതൊരു കുഷൻ കവറായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുഷൻ കവറൊക്കെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് എങ്ങനെ ഒരു ക്ലോത്ത് വെച്ചിട്ട് കുഷൻ കവർ ചെയ്തെടുക്കുക എന്നുള്ളൊരു മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ കുഷൻസ് ഇതുപോലെ സെൻറ്ററിൽ വെച്ചിട്ട് അതിൻ്റെ കോർണർ ഇങ്ങനെ വരുന്ന രീതിയിൽ, കോർണർ ഒരു കുഷൻ്റെ സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ടൈറ്റാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് ബാലൻസ് വരുന്ന കോർണർ പോർഷൻ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തും കൂടെ വെച്ച് കൊടുക്കേണ്ടതാണ്. സെയിം പ്രോസസ്സ് തന്നെ മറ്റേ എൻഡിലും കൂടെ ചെയ്തെടുക്കേണ്ടതാണ്. ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്തെടുക്കുമ്പോൾ ഉള്ളിലെ ക്ലോത്ത്സ് ഒന്നും ഫോൾഡായി പോവാതെ നല്ല നീറ്റ് ആൻഡ് ടൈറ്റാക്കിയിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനി എഡ്ജിൽ വരുന്ന മറ്റേ പോർഷനിൽ വരുന്ന ബാലൻസ് ക്ലോത്തില്ലേ, അത് ഇതുപോലെ അതിൻ്റെ എഡ്ജ് ഭാഗമൊക്കെ ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ബാക്കി വരുന്ന പോർഷൻസ് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തും കൂടെ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡും ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 2 സൈഡും നല്ല നീറ്റാക്കി ടൈറ്റാക്കിയിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ നല്ല നീറ്റിലൊരു നോട്ടും കൂടെ സെൻറ്റർ പോർഷനിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ബാക്കി വരുന്ന
കോർണേഴ്സില്ലേ അത് മറ്റേ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ ആക്കിയിട്ട് ഒരു ഫ്ലവർ രീതിയിലും ടൈപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്തെടുത്തുള്ളത്. അപ്പോൾ അതാ നല്ല നീറ്റാക്കിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 കുഷൻസും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ 2 സൈഡും യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ടൈ ചെയ്യാതെ നമുക്കിതൊരു ഫ്ലോറൽ ഡിസൈൻ വരുന്ന രീതിയിലും കൂടെ ടൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഞാനിപ്പോൾ സിമ്പിൾ നോട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ നല്ല രീതിയിൽ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു കുഷൻ കവേഴ്സൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഫെസ്റ്റിവൽ ലുക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നോർമൽ നമ്മുടെ കുഷൻ കവേഴ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നല്ലൊരു ക്ലോത്തൊക്കെ വെച്ചിട്ട് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള കർട്ടനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫുൾ സാരി വെച്ചിട്ട് നമ്മൾ 2 കർട്ടനും 2 കുഷൻ കവേഴ്സുമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സാരിയൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ റീപർപ്പസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐഡിയയിൽ വരുന്നത്. അപ്പോൾ മെത്തേഡ് 1 എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ക്ലോത്ത് റീപർപ്പസിൻ്റെ സെക്കൻഡ് മെത്തേഡ് ഷെയർ ചെയ്യുന്നത് ഈ ഒരു ഫ്രോക്ക് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ഇപ്പോൾ യൂസിൽ വരാത്തൊരു ഫ്രോക്കാണ്. അപ്പോൾ നല്ല പ്രിൻറ്റിൽ തന്നെ വന്നതുകൊണ്ട് ഇത് ഞാൻ റീപർപ്പസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ വേസ്റ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യൂസിൽ വരാത്ത ക്ലോത്ത്സിലൊക്കെ നല്ല പ്രിൻ്റൊക്കെ ഉള്ള ഡ്രസ്സൊക്കെയാണ്, നിങ്ങൾക്കത് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡ്രസ്സൊക്കെയാണ് വെറുതെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ നമുക്കിതുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ നമുക്കത് നമ്മുടെ ഒരു ഹോം ഡെക്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു യൂസ്ഫുൾ വേയിലാണ്. എന്നാലും നമുക്കത് ഒരു റൂമൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആ ഒരു സ്പേസ് നല്ല രീതിയിൽ ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ ഈ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നെ നമ്മളിതിൽ ചെയ്തിട്ടുള്ള എല്ലാ മെത്തേഡ്സിലും നമ്മൾ ഒരു ഭാഗവും വേസ്റ്റ് ചെയ്യാതെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നേരത്തെ ചെയ്ത സാരി പോലെ തന്നെ ഒരു പോർഷനും ഈ ഒരു ഫ്രോക്കിലും നമ്മൾ വേസ്റ്റ് ചെയ്യാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഇതിൻ്റെ ബോട്ടം പാർട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിൽ വരുന്ന ആ ഒരു സിബിൻ്റെ പോർഷനില്ലേ, അതൊന്ന് ആ ഒരു തിക്കുള്ള പോർഷനൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ഫ്രണ്ടിൽ വരുന്ന പീസും ബാക്കിൽ വരുന്ന പീസും കൂടി കട്ട് ചെയ്തതിന് ശേഷം അത് വിഡ്ത്ത് വേസ് ഒന്ന് അറ്റാച്ച് ചെയ്തും കൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് 2 സൈഡും കൂടെ ക്ലോസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വരുമ്പോൾ നമുക്ക് 3 സൈഡും ക്ലോസ്ഡ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഓപ്പൺ സൈഡിലേക്ക് നമുക്ക് ഓൾറെഡി ഫിനിഷ്ഡ് സ്റ്റിച്ചിങ് ഉള്ള ആ ഒരു പാർട്ട് വരുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെയാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. ഓരോ ജോയിൻറ്റിലേക്കും സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിത് ആ സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡിലും അതുപോലെ തന്നെ ഈ ഒരു ലെങ്ത്ത് വൈസിലുമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കറക്റ്റ് സൈഡൊന്ന് തിരിച്ചിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് നല്ലൊരു കവർ രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 3 സൈഡും ക്ലോസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. എൻഡ് പോർഷനിൽ നമ്മൾ ഓൾറെഡി ഫിനിഷ് ആയിട്ടുള്ള ആ ഒരു പോർഷനാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫാബ്രിക് ലോസ് ആവാതെയും പിന്നെ കുറച്ച് ടൈം സേവിങ് കൂടിയിട്ടാണ്. അപ്പോൾ അത് അങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി എക്സ്ട്രാ ത്രെഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇത് നീറ്റായിട്ടൊന്ന് അയൺ ചെയ്തും കൂടെ എടുക്കുന്നതാണ്. അപ്പോൾ അയൺ ചെയ്തെടുത്താൽ അതിൻ്റെ ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടുന്നതാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസൊക്കെ അയൺ ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നീറ്റ് ലുക്ക് വരുന്നത്. ഇപ്പോൾ ഇതാ ഞാൻ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു സ്വിങ് മെഷീൻ്റെ കവറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല എക്യുപ്മെൻറ്റ്സും നമുക്ക് കവർ ചെയ്യാനൊക്കെ എളുപ്പമാണ്. നമ്മുടെ കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്പ്, TV കാര്യങ്ങളൊക്കെ അതിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ കവർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ വരുന്ന മെഷർമെൻറ്റും കൂടെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു പോർഷൻ മാത്രം ഒന്ന് ടക്കിട്ട് കൊടുക്കുകയാണ്, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എക്സ്ട്രാ ഫാബ്രിക്സ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നില്ല. ആ ഒരു സൈഡിലേക്ക് നമുക്ക് എളുപ്പത്തിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അധികം ടൈറ്റായി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പോർഷൻ കട്ട് ചെയ്യാതെയാണ് നമ്മൾ ജസ്റ്റ് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കലാണ് ചെയ്യുന്നത്. ആ ഒരു ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള കോർണർ അവിടെ വെച്ചിട്ടൊന്ന് ടക്കിട്ട് കൊടുക്കലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. നീറ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു സ്വിങ് മെഷീൻ്റെ കവർ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലോറൽ ഡിസൈനിൽ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ റൂമിലൊക്കെ അല്ലാതെ നമ്മൾ സ്വിങ് മെഷീൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലട്ടർ ഫീലാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ കവർ ചെയ്ത് നീറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്പേസ് നല്ല രീതിയിൽ ലുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്.
അപ്പോൾ നല്ല ഡിസൈനിലുള്ള കുട്ടികളുടെ ഫ്രോക്കൊക്കെ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ നമ്മുടെ എക്യുപ്മെൻറ്റ്സൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സിമ്പിളായിട്ട് തന്നെ കവറൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ യോക്ക് പോർഷൻ വന്നിട്ട് നമ്മൾ അതും കൂടെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യോക്ക് പോർഷൻ നമ്മൾ ഒട്ടും വേസ്റ്റ് ആക്കാതെയാണ് യൂസിൽ എടുക്കുന്നത്. അപ്പോൾ ഇത് സെൻറ്ററിലൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇവിടെയും ഒരു സ്റ്റിച്ച്, പിന്നെ ഇതിൻ്റെ ബേസിലും ഒരു സ്റ്റിച്ച്. അത്രയും കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ സിബിൻ്റെ പോർഷനൊക്കെ കുറച്ച് കട്ടിയുള്ള പോർഷനൊക്കെ നിങ്ങളുടെ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഇൻസൈഡ് ആക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ തന്നെ മതിയാകും. അത് കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു ഫാബ്രിക് അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെയുള്ള യോക്ക് പോർഷൻ സാധാരണ ഫ്രോക്കൊക്കെ റീയൂസ് ചെയ്യുമ്പോൾ ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയലാണ് ചെയ്യൽ. അപ്പോൾ ആ ഒരു പോർഷനും കൂടെ നമുക്ക് നീറ്റായിട്ട് ഒട്ടും വേസ്റ്റ് വരാത്ത രീതിയിൽ യൂസ്ഫുള്ളായിട്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ജസ്റ്റ് 2 എൽ ഷേപ്പിൽ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഹാൻഡിൽ വരുന്ന പോർഷനിലെ നമ്മുടെ സ്ലീവ് പോർഷൻ, ആ ഒരു സ്ലീവ് പോർഷനും കൂടെ ഇതിൽ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഒരു ഹാൻഡിൽ ആയിട്ടാണ് ആ ഒരു പോർഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ആദ്യം ഞാൻ ഈ ഒരു ഫ്രോക്ക് വെച്ചിട്ട് ബേസ് പാർട്ട് വെച്ചിട്ടൊരു വാൾ ഡെക്കറും പിന്നെ ഈ ഒരു യോക്ക് പോർഷൻ വെച്ചിട്ടൊരു പ്ലാൻഡറുമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. കട്ട് ചെയ്യുന്നവരെ അങ്ങനെയായിരുന്നു പ്ലാന്. പിന്നെ ഞാനത് ചെയ്തു വന്നപ്പോൾ വാൾ ആർട്ടൊക്കെ ആകുമ്പോൾ, വാൾ ഡെക്കറൊക്കെ ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളത് മാറ്റിയൊക്കെ യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് ഈ ഒരു ഫാബ്രിക് കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മെഷീനൊക്കെ ആകുമ്പോൾ എപ്പോഴും അതിൻ്റെ കവറൊക്കെ കൂടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് മെഷീനിൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് പ്ലാൻഡറായിട്ട് തന്നെയായിരുന്നു പിന്നെയും ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ വന്നിട്ട് ഇതിൻ്റെ ആ ഒരു സ്ലീവ് ഹാൻഡിൽ കണ്ടപ്പോഴാണ് അതൊരു ഹാൻഡിലായിട്ട് ഒരു നല്ല രീതിയിൽ യൂസ്ഫുൾ ആക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് നമുക്കത് മെഷീൻ്റെ പാർട്ടായിട്ട് തന്നെ വീണ്ടും യൂസ് ചെയ്യാമെന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ നമ്മുടെ മെഷീൻ്റെ മോട്ടറില്ല, നമ്മൾ വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു പവർ മോട്ടറാണ് നമ്മളിതിലേക്ക് ഓർഗനൈസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നീറ്റായിട്ട് തന്നെ നമ്മുടെ മെഷീനും അതിൻ്റെ എക്യുപ്മെൻറ്റ്സും പാർട്സ് കാര്യങ്ങളൊക്കെ ആ ഒരു ഫ്രോക്കിൻ്റെ ഓർഗനൈസർ വെച്ചിട്ട് തന്നെ നമുക്ക് നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ആ ഒരു ഹാൻഡിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. അത് നമുക്കൊരു ഹോൾഡബിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നീറ്റായിട്ട് തന്നെ നമ്മുടെ മെഷീനും അതിൻ്റെ മോട്ടറും ഓർഗനൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യണേ. ഇനി നമ്മുടെ ലാസ്റ്റ് മെത്തേഡ് ഷെയർ ചെയ്യുന്നത് ഈ ഒരു ഫാബ്രിക് വെച്ചിട്ടാണ്. അപ്പോൾ ഇതൊരു അൺയൂസ്ഡ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. അപ്പോൾ നല്ല തിക്കിൽ തന്നെ വരുന്നൊരു ഫാബ്രിക്കാണ് കേട്ടോ. നമ്മുടെ സോഫാൻ്റെ ത്രോസൊക്കെ വരുന്ന ആ ഒരു രീതിയിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് പഴയതായതുകൊണ്ട് തന്നെ കുറച്ച് ഡോട്ട്സ് കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ഒരു കവറിങ് ആയിട്ടാണ് ഇത് വന്നിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ യൂസ് ചെയ്യാതെ വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ അതിൽ സ്റ്റെയിനൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും, കുറച്ച് തിക്നെസ്സിലുള്ള ഫാബ്രിക് ആയാലും തന്നെ അങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്തിട്ടുള്ള ആ ഒരു വിഡ്ത്തിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 16.5 ഇഞ്ചാണ്. അപ്പോൾ 16.5 ഇഞ്ച് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ലെങ്ത്ത് വന്നിട്ട് ഞാനിവിടെ 50 ഇഞ്ചസ് ലെങ്ത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും ലെങ്ത്തിൽ ഈ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഒരു പാർട്ട് കട്ട് ചെയ്തും കൂടെ എടുക്കാവുന്നതാണ്. അപ്പോൾ ലെങ്ത്തും വിഡ്ത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു മെഷർമെൻറ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ 50 ഇഞ്ചസ് ലെങ്ത്തിൽ ഈ ഒരു ഫാബ്രിക് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വന്നിട്ട് നമ്മുടെ 2 സൈഡിൻ്റെയും
വിഡ്ത്ത് വൈസ് രണ്ട് സൈഡും ഒന്ന് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് ഒരു സൈഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് ക്ലോസ്ഡും ഒരു സൈഡ് ഓപ്പൺ ആണല്ലോ കിട്ടലേ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്തിട്ട് രണ്ട് സൈഡും ഈക്വലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. രണ്ടിൻ്റെയും എൻഡ് പോർഷൻ ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്കൊരു സ്റ്റിച്ചും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മുടെ എൻഡ് രണ്ടും ഒന്ന് ലോക്ക് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു 1/4 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ലെങ്ത് വൈസ് നേരത്തെ കാണിച്ച പോലെ തന്നെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ ക്ലോത്ത്സ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യില്ല സെൻറ്ററിലേക്ക് വന്നിട്ട്, അതുപോലെ നേരത്തെ കാണിച്ച പോലെ തന്നെ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഓരോ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെക്കാണ്ട് ഇങ്ങനെ രണ്ടും ഫേസ് ടു ഫേസ് വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് മാത്രം കട്ടി കൂടുതലായി കിടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഫേസ് ടു ഫേസ് വെച്ചതിന് ശേഷം സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് രണ്ടും ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കേണ്ടതാണ്. എന്നിട്ട് ഇത് വന്നിട്ട് നമ്മുടെ ബോട്ടം പോർഷനായിട്ടാണ് വരുന്നത്. ടോപ്പ് പോർഷൻ നമ്മൾ ഓപ്പോസിറ്റ് സൈഡാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷമുള്ള വിഡ്ത്തും ലെങ്ത്തും ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയാൽ തന്നെ മതിയാകും. ഇനി നമ്മളിതിലേക്ക് കുറച്ച് പ്രിൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓൾറെഡി അതിൽ സ്റ്റെയിനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു റഫ് ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഫ്ലോറലിൻ്റെ അലൈൻമെൻറ്റൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കവർ വെച്ചിട്ട് ജസ്റ്റ് ഒരു പ്രിൻ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ തിക്ക് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നീറ്റായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. നമുക്ക് ആ ഒരു കവർ വെച്ചിട്ട് ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു അലൈൻമെൻറ്റിന് മാത്രം വേണ്ടിയിട്ട് ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഡയറക്റ്റ് ബ്രഷ് വെച്ചിട്ട് തന്നെ ഒന്ന് ഫിനിഷ് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ലീവ്സിൻ്റെ ഇമേജും കൂടെ ഈ ഒരു ക്ലോത്തിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു വർക്ക് ഞാൻ കുറേ ടൈം എടുത്തിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. പക്ഷേ അത് നിങ്ങൾക്ക് വീഡിയോ ലെങ്ത് ആവേണ്ടെന്ന് വെച്ചിട്ടാണ് കുറച്ച് ഭാഗമൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലീഫിൻ്റെ ഇമേജ് ചെയ്യുന്നതൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അത് സെക്കൻഡ് ഷെയ്ഡിങ് കൊടുക്കുന്നത് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ അതാ ഇനി കുറച്ചൊന്ന് ബ്രൈറ്റൻ ആക്കണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. എല്ലാം ഒരു ഡാർക്കായി വന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബ്രൈറ്റ് യെല്ലോയും കൂടെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സും ലീഫൊക്കെ ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് പോൾക്ക ഡോട്ട്സും കൂടെ ഇടയിലായിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫാബ്രിക്കിൽ പെയിൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതൊന്ന് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഡ്രൈ ആക്കിയിട്ട് അയണും കൂടെ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഞാനതൊന്ന് ഓവർനൈറ്റ് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഒന്ന് അയൺ ചെയ്തെടുക്കലും ബാക്കി കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇത് നല്ലോണം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. രാവിലെ ആണ് കേട്ടോ ഇപ്പോൾ അത് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഓവർനൈറ്റ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ട് പിന്നെ അതൊന്ന് അയൺ ചെയ്തെടുത്താൽ തന്നെ മതിയാകും. അപ്പോൾ അയൺ ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആ ഒരു പ്രിൻറ്റിലേക്ക് വെക്കാതെ ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ അയൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ അയൺ ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ ഇനി ചെയ്യുന്നത് നമുക്കിതിലേക്ക് കുറച്ച് ടാസിൽസ് ആഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ 2 കളർ എടുത്തിട്ടുണ്ട്. ഒന്ന് ഇതുപോലെയുള്ള ത്രെഡും പിന്നെ ഇതുപോലുള്ള നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന റോപ്പ് അല്ലേ, ആ ഒരു ത്രെഡാണ് എടുത്തിട്ടുള്ളത്.
ഇനി ഈ ഒരു വൈറ്റ് ത്രെഡിൽ ഞാൻ 6 ടാസൽസ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ നമ്മുടെ ഓറഞ്ച് ത്രെഡ് വെച്ചിട്ട് 4 ടാസൽസും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 10 ടാസൽസ് ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും കൂടെ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ റോപ്പായതുകൊണ്ട് തന്നെ നമ്മൾ അധികം ലെയേഴ്സ് ഒന്നും എടുക്കാൻ നിൽക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് 2 ലെയർ ഫോൾഡ് ചെയ്തിട്ട് ഒരു ചെറിയ ത്രെഡ് വെച്ചിട്ട് സെൻറ്ററിലൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ആ ഒരു ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള പോർഷനൊക്കെ ഇല്ലേ, അതൊക്കെ ഒരു കോമ്പൊക്കെ വെച്ചിട്ട് അതൊക്കെ ഒന്ന് ശരിയാക്കി സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ടാസൽസ് എല്ലാം നമ്മുടെ റണ്ണറിലേക്ക് അതിൻ്റെ എൻഡിലേക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സാധാരണ സോഫ ത്രോസിലെല്ലാം കാണുന്ന പോലെ തന്നെ സൈഡിലേക്ക് ആക്കിയിട്ട് ആ ഒരു എൻഡ് പോർഷനിലേക്ക് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സൈഡിലേക്കും 5 ടാസൽസ് വരുന്ന രീതിയിലാണ് ടൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ടൈ ചെയ്യുമ്പോഴും എൻഡിലേക്കൊരു ഹോളാക്കി കൊടുത്തിട്ട് ഇതുപോലെ തന്നെ അതിലേക്കും ഒരു ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടില്ല 3 വർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കൊക്കെയാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെറുതെ വെച്ചിട്ടുള്ള ഫാബ്രിക്കൊക്കെ നമുക്ക് ഇതുപോലെ റീപർപ്പസ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു ഡെക്കോ പീസ് ആക്കിയിട്ടും നമുക്ക് ഫംഗ്ഷനിലെയും ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് പോകാനും കൂടെ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.